പറഞ്ഞ് ആമേ സ്തോത്രം മറ്റു ശുശ്രൂഷകളിൽ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 119 അതിൻ്റെ 49 മുതൽ 56 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ആണല്ലോ ഈ പകൽ നാം വായിപ്പാനായിട്ട് ഇടയായത്. സ്തോത്രം. അതിൽ ഇപ്രകാരമാണ് ആൽഫബറ്റ്, ഹീബ്രു ആൽഫബറ്റിൽ ഇപ്രകാരമാണ് കാണുന്നത്. എന്താണ് നിങ്ങൾ വായിക്കുന്നത്? കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാട്ടെ. സൈൻ എന്നുള്ള ഒരു പദമാണ്. സൈൻ എന്നുള്ള എബ്രായ പദത്തിൻ്റെ അർത്ഥം വാൾ എന്നാണ്, സ്വാഡ് എന്നാണ്. പ്രൈസ് ഗോഡ്. മൂർച്ചയേറിയ, എ ഷാർപ്പൻ സ്വാഡ്, മൂർച്ചയേറിയ ഒരു വാൾ എന്നാണ് ഈ സൈൻ എന്നുള്ള എബ്രായ പദത്തിൻ്റെ അർത്ഥം എന്നുള്ളത് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾക്കിത് അറിയില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഡീറ്റെയിലോട്ട് ഞാൻ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നാം വായിച്ച ഈ 8 തിരുവചന ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഏത് നിലവാരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നു എന്നതിനെ പറ്റി നമുക്ക് അവിടെ വായിപ്പാനായിട്ട് കഴിയും. ദൈവം അത് മനസ്സിലാക്കുവാനും ഗ്രഹിപ്പാനും നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. അതിൻ്റെ പ്രാരംഭ വചനം ബോയ്സിന്റെ വശത്ത് നിന്ന് ഒരാളെ ശബ്ദം ഉയർത്തി വായിച്ചേ. പ്രൈസ് ഗോഡ്. ഇപ്രകാരമാണ് വായിച്ചത്. നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയത് കൊണ്ട് അടിയനോടുള്ള വചനത്തെ എന്തു ചെയ്യണം? ഓർക്കുമാറാക്കണമേ. ശ്രദ്ധിക്കുക, പ്രത്യാശ ആമേൻ ഇല്ലാത്തൊരു വ്യക്തിക്ക് പ്രത്യാശ പകരുന്ന ഒരു ദൈവത്തെ ഇവിടെ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നു. ഈ ലോകത്തിന് ഒരു മനുഷ്യന് പ്രത്യാശ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുവാൻ കഴിയാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ വലിയവനായ ദൈവം തൻ്റെ വചനത്തിൽ കൂടെ ഇപ്രകാരമാണ് പറയുന്നത്. ആമേൻ, ഞാൻ നിങ്ങൾക്ക് പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ നൽകുന്ന ദൈവമാണ്. ആമേൻ, സ്തോത്രം. ഉണങ്ങി കരിഞ്ഞു പോയ അനുഭവം നമുക്കറിയാം അല്ലേ? സ്തോത്രം. ഒരു ചെടി നട്ട് നല്ല വേനൽ വരുമ്പോൾ എന്തു സംഭവിക്കുന്നു? അതിന് ലഭ്യമാകേണ്ട ജലം ലഭിക്കാതിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ നിങ്ങളൊക്കെ ചെടി നടന്നവരാ അല്ലേ? നമ്മുടെ ഈ അയൽക്കൂട്ട്, നമ്മുടെ ഇവിടെ ചെടി നടന്നവരുണ്ടല്ലോ. അവരാരാ? തൊഴിലുറപ്പുകാർ, നമ്മുടെ സഹോദരങ്ങൾ. നമ്മുടെ ഈ ചർച്ചിന് മുന്നിലൊക്കെ ഒരു ദിവസം നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ എന്ത് പറിച്ചെടുത്തു? പ്ലാവിൻ്റെയും മാവിൻ്റെയും ചെടിയൊക്കെ എടുത്തു കൊണ്ടുപോയി ഇത് ഇവിടെ നമ്മുടെ ചർച്ചിന് മുന്നിലൊക്കെ ഇങ്ങനെ കൊടി കുത്തി ഇങ്ങനെ കുഴിച്ചിട്ടു. 2 ഉണക്ക കമ്പ് എന്ത് അതിന് ചുറ്റും വന്നു. മൃഗങ്ങളൊന്നും വന്ന് അതിനെ പിഴുതെറിയാതിരിപ്പാൻ. പക്ഷേ പിന്നെ ആ വഴിക്ക് അവരാരും വന്നിട്ടില്ല. അതുകൊണ്ട് അതെല്ലാം എന്ത് ചെയ്തു? ഉണങ്ങിപ്പോയി. ഇനി എന്തെങ്കിലും ഒരു മഴ പെയ്താൽ ചിലപ്പോൾ അത് പൊടിഞ്ഞ് ഒരു ഇലയ്ക്ക് ഇട്ടെന്ന് വരും എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഇതൊരു കാര്യം നമ്മോട് പറയുന്നത് മനുഷ്യന്റെ പ്രവൃത്തികളൊക്കെ ഏറെക്കുറെ ഇതിന് സമ്മാനമാണ് അല്ലേ? സ്തോത്രം. നമ്മൾ ഒത്തിരി പോകേണ്ട നമ്മുടെ ചുറ്റുവട്ടത്ത് ഈ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഒരു പ്രതീക്ഷയുമില്ല, ഒന്നുമില്ലാത്ത ഒരുപാട് ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ പ്രതീക്ഷ ലഭിക്കുവാനും പ്രത്യാശ ലഭിക്കാനും മനുഷ്യൻ നെട്ടോട്ടം ഓടുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അല്ലേ? എങ്ങനെയാണ്? ഈ രോഗത്തിൽ നിന്നൊരു വിടുതലില്ലെന്ന് ഡോക്ടർ പറയുമ്പോൾ ആ പ്രതീക്ഷ അവിടെ അസ്തമിക്കുക. കാരണം ലോക മനുഷ്യനെ സംബന്ധിച്ച് അവന് പ്രതീക്ഷ കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ എയിംസിൽ നിന്ന് ഒരു MD ബിരുദം എടുത്ത് കടന്നു വന്ന ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഏറ്റവും കോസ്റ്റ്ലി അല്ലെങ്കിൽ വിലപ്പിടിപ്പുള്ള ഡോക്ടറാണ് അല്ലേ? അപ്പോൾ നമ്മുടെ MG റോഡിലെ തൃശ്ശൂർ ഒരു ഡോക്ടർ ഇരിപ്പുണ്ട്, ജേക്കബ് ഡോക്ടറാ. പുള്ളി ഈ ഡൽഹി എയിംസിൽ നിന്ന് ഇവിടെ എയിംസിൽ നിന്ന് എന്തെടുത്തതാ? എന്താ ഈ എയിംസ് എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? നിങ്ങളുടെ എയിം ലക്ഷ്യമല്ല, എന്താണത്? പിന്നെ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ആണ്. ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസാണ്. നമുക്കറിയാം ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു മെഡിക്കൽ കോളേജാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ഒരു മെഡിക്കൽ സ്ഥാപനമാണ് നമ്മുടെ അല്ലേ? അവിടെ പഠിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ സ്വപ്നം കാണുമോ? നിങ്ങളൊക്കെ സ്വപ്നം കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. സ്തോത്രം. അവിടെ കുഞ്ഞുങ്ങളൊക്കെ സ്വപ്നം കാണാം. അവർ കുഞ്ഞുനാള് മുതലൊക്കെ ആ നിലവാരത്തിൽ അവർ ട്രെയിൻ ചെയ്ത് കൊണ്ടിരിക്കുക. മാതാപിതാക്കൾ 5ാം ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഹൈസ്കൂളിൽ 8ിലോട്ട് പ്രവേശിക്കുമ്പോൾ അതിനെപ്പറ്റി അറിയാവുന്ന മാതാപിതാക്കളോട് കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്തുകൊണ്ട് അവരെ എല്ലാ പരീക്ഷയും ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിപ്പിച്ച് അവിടെ സീറ്റ് കിട്ടണം. കാരണം അവിടുത്തെ ഒരു MBBS ഡോക്ടറാണെങ്കിൽ മാർക്കറ്റിൽ ഭയങ്കര വിലയാണ്. എന്താണ്? സ്തോത്രം. വെറുതെ എയിംസ് എന്ന് എഴുതി വെച്ചാൽ മതി. MBBSന്റെ താഴെ വെറും MBBS എയിംസിന്റെ ആണെങ്കിൽ സ്തോത്രം, ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കും. പിന്നെ MDയും MS ആണെങ്കിൽ കാര്യം പറയാനുണ്ടോ? പറയാനില്ല അല്ലേ? സ്തോത്രം. വളരെ ക്യൂവാ. പ്രൈസ് ഗോഡ്. തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഒരു ന്യൂറോ സർജനാണ് മനു മേനോൻ. എൻ്റെ അമ്മയെ അവിടെ കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വളരെ ചെറുപ്പക്കാരനാ. സ്തോത്രം.
ഇപ്പോൾ അത് ഇച്ചിരി പ്രായമായിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10-35 വയസ്സ് പ്രായമേ ഉള്ളൂ. പക്ഷെ ആളെ ഒന്ന് കാണാൻ കിട്ടണമെങ്കിൽ സ്തോത്രം ഒരാഴ്ച മുന്നേ എന്ത് ചെയ്യണം? ക്യൂവിൽ നിൽക്കണം. ഒരാഴ്ച മുന്നേ ക്യൂവിൽ നിൽക്കണം. സ്തോത്രം. വലിയൊരു ക്യൂവാ. കാരണം എന്തെന്നറിയാമോ? സ്തോത്രം. പ്രതീക്ഷ നശിച്ചവർ, നിരാശരായവർ, ഒരു തിരിച്ചുവരവ് ജീവിതത്തിൽ സാധ്യമില്ലെന്ന് ലോകം വിധി എഴുതിയവർ, സ്തോത്രം, എയിംസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് പോലും ആമേൻ സ്തോത്രം എന്തു ചെയ്യുന്നു? ആളുകളെ മടക്കുന്നു. കഴിയുകയില്ലെന്ന് പറയുമ്പോൾ പിന്നെ മനുഷ്യന് പണമുള്ളവനാണെങ്കിൽ എന്തു ചെയ്യും? അമേരിക്കയിൽ പോയി പണമൊക്കെ കൊടുത്ത്, അല്ലേ? അതിനൊക്കെ കഴിയുന്നത് നമ്മുടെ വിജയൻ സാറിനൊക്കെ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിമാർക്കൊക്കെ പറ്റത്തുള്ളൂ. കാരണം അവർക്ക് നമ്മളൊക്കെ കൊടുക്കുന്ന ടാക്സ് കൊണ്ട് അവർക്ക് പണമുണ്ട്. നമുക്ക് ആരും ടാക്സ് തരാനില്ലാത്തത് കൊണ്ട് നമ്മളൊന്നും, നമ്മുടെ ആളുകൾക്കൊന്നും പോകാൻ പറ്റുകയില്ല കേട്ടോ. നമ്മൾക്ക് കൊടുക്കുന്ന ടാക്സ് ആർക്ക് വേണ്ടിയാ? പൊതുഖജനാവ്, അല്ലേ? അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് അറിയണം. സ്തോത്രം. നമ്മൾ ചോദിക്കുന്നത് എങ്ങനെ ഈ മന്ത്രിമാർ ഇങ്ങനെ ഓരോരോ പ്രൊജക്റ്റിന് പൈസ കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നത്? അത് നമ്മളെ വീട്ടിൻ്റെ കരമിള അടയ്ക്കും, ഇല്ലേ? ആ കരം എടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്നത്, ഓഫീസുകൾ പണിയുന്നത്, റോഡുകൾ പണിയുന്നത്. ഇപ്പം പിടികിട്ടി, അല്ലേ? സ്തോത്രം. ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ വീട്ടിൽ പോയി പപ്പായോടും അമ്മയോടും അല്ലെങ്കിൽ ഗൂഗിളൊക്കെ ചെയ്ത് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പൊതു നോളേജാ, അറിഞ്ഞിരിക്കണം. ഇനി അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ്. ഈ ലോകത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന പലർക്കും മനുഷ്യന് നൽകാൻ കഴിയുന്ന സർട്ടിഫിക്കറ്റ് ഇതാണ്: ഇംപോസിബിൾ, അസാധ്യമാണ്. ഇനി ഞങ്ങൾക്ക് കഴിയില്ലെന്ന് പറയുമ്പോൾ അമ്മേ സ്തോത്രം കടന്നു വന്ന് അമ്മേ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾക്ക് എന്ന് വേണ്ട സ്തോത്രം മരണത്തിന് അകപ്പെട്ട 4 നാൾ നാറ്റം വമിച്ചതാണെങ്കിലും അതിന് പ്രതീക്ഷ നൽകുവാൻ കഴിയുന്ന ഒരൊറ്റ നാമമേ ഈ ഭൂമിയിലുള്ളൂ. അത് ഞാനും നിങ്ങളും അമ്മേ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന യേശു എന്ന ഏകനാമമാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ പ്രാരംഭമായി നാം കണ്ടത് ഇപ്രകാരമാണ്. അമ്മേ പ്രൈസ് ഗോഡ്. പ്രത്യാശയ്ക്ക് മാറിയത് കൊണ്ട് അടിയനോടുള്ള വചനത്തെ എന്ത് ചെയ്യണം? ഓർക്കണമേ എന്ന് പറഞ്ഞാൽ ഈ ഭക്തനെ സംബന്ധിച്ച് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടതാ, അല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെടാറില്ലേ പ്രിയപ്പെട്ടവരെ? ഭൗതികം തകരുമ്പോൾ, ശരീരം ക്ലേശത്തോട് കടന്നു പോകുമ്പോൾ, സ്തോത്രം, ജീവിത സാഹചര്യങ്ങൾ രണ്ടറ്റവും കൂട്ടി മുട്ടിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, പല പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോൾ നിരാശ തോന്നാറില്ലേ? പക്ഷേ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആമേൻ, ആ ഭക്തന് ഭക്തയ്ക്ക് ആമേൻ സ്തോത്രം കർത്താവായ യേശുവിന്റെ സന്നിധിയുണ്ട്. ആ സന്നിധിയിൽ ആശ്വാസത്തിന് വകയുണ്ട്. ആമേൻ ആമേൻ. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, പ്രത്യാശയ്ക്ക് വകയുണ്ട്. മരുഭൂമിയാകട്ടെ, അവിടെ അവൻ ഉറവ തുറന്നു തരുന്ന ദൈവമാണ്. ആഴിയുടെ അനുഭവമാകട്ടെ, ആഴിയുടെ ആമേൻ അടിയിൽ നിനക്ക് വേണ്ടി ഒരു പാത ഒരുക്കി തരുന്ന ദൈവമാകുന്നു. ആമേൻ സ്തോത്രം. അതെ, പാറയുടെ അനുഭവമാകട്ടെ, പാറയിൽ നിന്ന് നിനക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിച്ചു തരുവാൻ ഈ ശക്തനായ ദൈവത്തിന് സാധ്യമാ. അങ്ങനെയെങ്കിൽ ഈ പകൽ പ്രതീക്ഷ വെച്ച് ആമേൻ ഹല്ലേലൂയ ആ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ഈ പകൽ അപ്പന്റെ സന്നിധിയിലായിരിക്കുന്നത് വ്യർത്ഥമല്ല കുഞ്ഞുങ്ങളെ. നിങ്ങൾ മുട്ടിപ്പോയി അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ വചനം പറയുന്നു, അവന്റെ മുഖത്ത് നോക്കിയവർ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല? ലജ്ജിച്ചിട്ടില്ല. ലജ്ജിപ്പാൻ അവൻ ആമേൻ ഇടം കൊടുക്കുകയില്ല. അടുത്ത വചനം ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. ഈ വചനത്തെ ബേസ് ചെയ്ത് 1-2 കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. This is my comfort in my affliction, for the word hath quickened me എന്ന് പറഞ്ഞാൽ സ്തോത്രം. പ്രൈസ് ഗോഡ്. എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നത് എന്താണെന്നു? ഇതിൻ്റെ വചനമാണ്. ആ കഷ്ടത എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും ഒരു ലൈഫ് ഉണ്ടാകുമോ എന്ന് ചിന്തിക്കാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ഇല്ലേ? നഷ്ടപ്പെട്ടു പോയി, ഒരു പുൽനാമ്പ് പോലും കിളർക്കുകയില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. പക്ഷേ പറയുന്നു, എൻ്റെ വചനം നിന്നെ ജീവിപ്പിക്കുന്ന വചനമാണ്. അപ്പോൾ തനിക്ക് ആശ്വാസമാകുന്നത് എവിടെയാകുന്നു? തൻ്റെ കഷ്ടതയിലാണ് ദൈവത്തിൻ്റെ വചനം തനിക്ക് ആശ്വാസമായി തീരുന്നത്. കഷ്ടത എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന പദം എഫ്ലിക്ഷൻ എന്നുള്ളതാണ്. എഫ്ലിക്ഷൻ എന്നുള്ള ഒരു പദമാണ്. സ്തോത്രം. അത് ദൈവജനത്തിന്റെ കഷ്ടതയെ കാണിക്കുന്ന ഒരു പ്രത്യേക പദമാണ്. അവിടെ ഈ കഷ്ടത അനുഭവിക്കുന്ന വ്യക്തി തനിക്ക് ആശ്രയം വെക്കുവാൻ, പ്രതീക്ഷ അർപ്പിക്കുവാൻ ദൈവത്തിന്റെ വചനം ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് താൻ പ്രാപിച്ചവനാണ്. ഈ പകൽ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് നിങ്ങളെ എന്ത് ചെയ്യുവാൻ കഴിയും? ജീവിപ്പിക്കാനായിട്ട് കഴിയും. ആമേൻ സ്തോത്രം.
നിങ്ങൾ ആമേൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക്, നിങ്ങൾ ശ്രവിക്കുന്ന വചനത്തിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. ആമേൻ. നിങ്ങൾ ദൈവസന്നിധിയിൽ വച്ചിരിക്കുന്ന വിഷയത്തിന്, ആമേൻ സ്തോത്രം, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിന് ആമേൻ ജീവിപ്പാൻ കഴിയും. കാരണം ഇത് ജീവൻ പകരുന്ന ദൈവത്തിന്റെ വചനമാ. ഇത് ജീവനും ചൈതന്യമുള്ള വചനമെന്ന് എബ്രായർ 4:12 നാം വായിക്കുമ്പോൾ, ആമേൻ, അടിവരയിട്ട് ഈ പകൽ നിന്റെ വിശ്വാസം ഒന്ന് ബലപ്പെടട്ടെ. ജീവിതമില്ലെന്ന്, ആമേൻ, പ്രതീക്ഷയുടെ പുൽനാമ്പുകളില്ലെന്ന്, സകലതും അവസാനിച്ചുവെന്ന്, ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പില്ലെന്ന്, എനിക്കൊരു തിരിച്ചു വരവില്ലെന്ന്, ആമേൻ, നിലം പരിചയായി പോയെന്ന്, തകർന്നു പോയെന്ന് തോന്നുമ്പോൾ സ്വർഗം പറയുന്നു, എന്റെ വചനം നിന്റെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ ഈ പകൽ അനുവദിക്കുന്നുവെങ്കിൽ അത് ജീവൻ നിന്റെ അകത്ത് വ്യാപരിച്ച്, ആമേൻ, നിന്റെ പ്രതിസന്ധികൾക്ക് വിടുതൽ വ്യാപരിക്കുന്ന ദൈവിക വചനമാകുന്നു. Glory to God. Hallelujah. Praise God. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ ചില ആമേൻ വിഷയങ്ങൾക്ക് ഈ പകൽ ദൈവം വചനം അൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ. അതുകൊണ്ട് അത്രേ ശതാധിപൻ പറഞ്ഞത്, ആമേൻ, നിന്റെ ഒരു വചനം മതി, എന്റെ ദാസൻ സൗഖ്യമാകും. എന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ എന്തല്ല, ഒരു യോഗ്യതയുമില്ല. There is no quality. Amen. I am not worthy before you. കർത്താവേ, നിന്റെ സന്നിധിയിൽ there is no worthy. ഞാൻ യോഗ്യനല്ല. അമ്മേ സ്തോത്രം. ഈ പകലൊന്ന് സമ്മതിച്ചാൽ മതി, ഞാൻ യോഗ്യനല്ലെന്ന് അവൻ തന്റെ വചനം അയച്ചുകൊള്ളും. ആമേൻ. ഈ പകലൊന്ന് സമ്മതിച്ചാൽ മതി, എന്റെ ബുദ്ധി അബലമാ. ഈ പകലൊന്ന് സമ്മതിച്ചാൽ മതി, എന്റെ ശക്തി, എന്റെ സമ്പത്ത്, എനിക്ക് യാതൊരു യോഗ്യതയുമില്ലപ്പ, നീയാകുന്നു എന്റെ ആമേൻ ഹല്ലേലൂയ പോട്ടർ. അതെ, നീയാകുന്നു എന്നെ സൃഷ്ടിച്ചവനെന്ന് ആമേൻ സൃഷ്ടി സമ്മതിക്കുന്നുവോ, അപ്പോൾ സ്വർഗം തന്റെ വചനമയക്കും. കാരണം എന്താ? പാറയെ തകർക്കുന്ന ചിറ്റിയാണെന്ത്? ദൈവത്തിന്റെ വചനം. ഇരുവായി തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചേറിയതാണ് ദൈവത്തിന്റെ വചനം. നാം ഇന്ന് വായിച്ച വചനത്തോട് ചേർന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിന്റെ 63-ാമത്തെ തിരുവചന ഭാഗം കൊടുന്ന് വായിച്ചേ, അപ്പോൾ കാര്യം നമുക്ക് പിടികിട്ടും. പ്രൈസ് ഗോഡ്. പെട്ടെന്ന് വായിച്ചാട്ടെ. വായിച്ചോളൂ. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ശ്രദ്ധിക്കണമേ, മാംസം ഒന്നിനും എന്ത് ചെയ്യുന്നില്ല, ഉപകരിക്കുന്നില്ല. അടുത്ത വചനമാ പ്രധാനിത. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. പ്രൈസ് ഗോഡ്. യേശു ക്രിസ്തു തന്റെ അടുക്കൽ കടന്നു വന്ന ഒരു കൂട്ടത്തോട് വിളിച്ചു പറയുന്ന വിഷയങ്ങളാ. ഇന്നുവരെയും ഇസ്രായേൽ നാട്ടിൽ പുരോഹിതന്മാർ വിളിച്ചു പറഞ്ഞ ആമേൻ സ്തോത്രം വചനങ്ങൾക്ക്, അല്ലെങ്കിൽ അവരുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട ഒന്നിനും ഒരു മനുഷ്യനെയും ജീവിപ്പിക്കാനോ ഒരു മനുഷ്യനും പ്രതീക്ഷ നൽകുവാനോ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ, അന്നത്തെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ജ്ഞാനേയവാദവും എപ്പിക്യൂരിസവും, എന്തിനു വേണ്ട യഹൂദ മതത്തിന്റെ മതബോധന ക്ലാസുകളും, അന്നത്തെ തത്വചിന്തകൾക്കും ഒരു മനുഷ്യനെയും ജീവിപ്പിക്കാനോ ഒരു മനുഷ്യനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മടക്കി വരുത്തുവാനോ ഒരു മനുഷ്യനും നിത്യതയെ പറ്റി ആമേൻ ഒരു പ്രതീക്ഷ നൽകുവാനോ കഴിയാതിരിക്കുമ്പോൾ, എന്റെ യേശു കർത്താവ് ആമേൻ 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പേ ആമേൻ പ്രതീക്ഷയറ്റ, ആമേൻ ആശയില്ലാത്ത, നിർജീവരായ, ആമേൻ സ്തോത്രം ലോകത്തിന് അനുരൂപരായി ഓടിയ ഒരു ജനത്തോട് വിളിച്ചു പറയുക, എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട വചനം അത് ജീവനും ആത്മാവുമുള്ള വചനമാ. എന്തെന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ജീവന്റെ തുടിപ്പില്ലെന്ന് ചിന്തിക്കുന്ന സാഹചര്യമുണ്ടോ, അവിടെ വചനം കടന്നു വന്ന് ജീവൻ നൽകുവാൻ, സൃഷ്ടിപ്പ് നടത്തുവാൻ കഴിയുന്ന വചനമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു കർത്താവ് ദൂരവേ നിന്ന് ആമേൻ വിശ്വാസത്തെ കണ്ട് പറഞ്ഞപ്പോൾ ശതാധിപന്റെ ഭവനത്തിനകത്ത് ആനന്ദമുണ്ടായി.
കാരണം എന്തെന്നറിയാമോ? ജീവന്റെ വചനം മൈലുകൾ യാത്ര ചെയ്ത് ആമേൻ രോഗക്കിടക്കിൽ ആമേൻ കടന്നു വന്ന് അതിൻ്റെതായ പ്രവൃത്തി ചെയ്തപ്പോൾ ആമേൻ നിർജീവമായി പോയ സെല്ലുകളുടെ അകത്ത് ആമേൻ ജീവന്റെ തുടിപ്പുകൾ വ്യാപരിച്ചുവെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ജീവിതമേ, ഈ പകൽ ആമേൻ ഹല്ലേലൂയ നിർജീവമായി പോയി എന്ന് പറയുന്ന നിന്റെ ശരീരത്തിന്റെ ആമേൻ സെല്ലുകളുടെ മേൽ യേശുവിന്റെ വചനം ഈ പകൽ ഇറങ്ങി വന്ന് വിശ്വസിച്ചു. ഈ പകൽ വെറും കൈയോടെ മടങ്ങി പോകാൻ ഇടവരുകയില്ല. ജീവിപ്പിക്കുന്ന വചനം ഈ പകൽ നിന്നെ ഓപ്പറേറ്റ് ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ നിന്റെ സന്ധി മജ്ജകളിൽ, നിന്റെ ഞാടി ഞരമ്പുകളിൽ, രോഗം ബാധിച്ച അനുഭവങ്ങളിൽ, നിർജീവമായ സെല്ലുകളിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വചനം ക്രിയ ചെയ്യട്ടെ, വചനം ക്രിയ ചെയ്യട്ടെ. യേശു കർത്താവ് പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, ഞാൻ സംസാരിച്ച വചനം തന്നെയാ ജീവൻ. അങ്ങനെയെങ്കിൽ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ആശയ്ക്ക് വകയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആശയ്ക്ക് വകയുണ്ട്, നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഈ പകൽ ആമേൻ സ്തോത്രം. നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന വേദപുസ്തകത്തിനകത്ത് എഴുതിയ വചനങ്ങൾക്ക് ആമേൻ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുവാൻ ആ വചനത്തിന് കഴിയും. ആമേൻ ഈ പകൽ ആമേൻ സ്വപ്നം കണ്ടു. അതെ, അബ്ദുൽ കലാം പറയുന്നതിന് മുന്നമേ എന്റെ യേശു പറഞ്ഞു, നിന്നെ ജീവിപ്പിക്കുന്ന ആമേൻ വചനങ്ങൾ എന്റെ പക്കലുണ്ട്, നിത്യജീവന്റെ മൊഴികൾ എന്റെ പക്കലുണ്ടെന്ന് കാഴ്ചപ്പാട് പ്രാപിച്ച പത്രോസ് വിളിച്ചു പറയുക, നിന്നെ വിട്ട് ഞങ്ങൾ. കാരണം എന്താ? നിന്റെ പക്കൽ എന്തുണ്ട്? അപ്പമുണ്ടെന്നോ മീനുണ്ടെന്നോ രോഗശാന്തി ഉണ്ടെന്നല്ല പത്രോസ് മനസ്സിലായത്. ആമേൻ ഹല്ലേലൂയ. ജീവിതത്തിന്റെ ആമേൻ ഒടുക്കത്തെ സമയം വന്നപ്പോൾ, യേശുവിനോടുള്ള അവസാന സമയം വന്നപ്പോൾ ആമേൻ പത്രോസിനൊന്ന് മനസ്സിലായി. വെളിപ്പാട് ലഭിച്ചേച്ചു പറയുകയാ. 3.5 വർഷം ഓടിയവൻ വെളിപ്പാട് ലഭിച്ചേച്ചു പറയുകയാ, അപ്പാ യേശുവേ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടല്ലോ. ജീവൻ പകരുന്ന മൊഴികൾ. ആമേൻ ഹല്ലേലൂയ. ഒരു രാജ്യത്തെ സമ്രാട്ടിനും ആമേൻ ജനത്തെ ജീവിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ ആമേൻ മരുഭൂമി യാത്രയിൽ 40 സംവത്സരം ചെരുപ്പ് തേഞ്ഞു പോകാതെ, ഉടുപ്പ് ജീർണിച്ചു പോകാതെ മന്നായെ കൊടുത്ത് ആമേൻ ജനത്തെ പോഷിപ്പിച്ച് വഴി നടത്തുന്ന ഒരു ദൈവം ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ, നിന്റെ കഷ്ടതയുടെ മധ്യേ, നിന്റെ ക്ലേശത്തിന്റെ മധ്യേ, നീ വിചാരപ്പെടുന്ന വിഷയത്തിന്റെ മധ്യേ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഒന്ന് ആത്മാവിൽ പ്രതികരിച്ചാട്ടെ. യേശു, ഓ ഗ്ലോറി ടു ഗോഡ്. ആത്മാവിൽ പ്രതികരിച്ചാട്ടെ. ചില ജീവിതങ്ങളോടായി ഈ പകൽ പറയുകയാ, പ്രതീക്ഷയറ്റുപോയ സാഹചര്യമുണ്ട്. തലമുറകളെയോർത്ത് പ്രതിഷ്ഠിച്ചുപോയ, ആമേൻ ജോലിയോർത്ത് പ്രതിഷ്ഠിച്ചുപോയ, ഭവനത്തിന്റെ പ്രതീക്ഷകൾ അറ്റുപോയ സാഹചര്യം. യേശു പറയുന്നു, എന്റെ വചനം അത് ആത്മാവാകുന്നു, അത് ജീവനാകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇത് മനസ്സിലാക്കിയ ഒരു ഭക്തൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ വചനം ആമേൻ ജീവനും ആത്മാവും ആകുന്നു. കേട്ടോ, ഇനി മറക്കരുത്. എന്തുകൊണ്ടാണ് വചനം പ്രസംഗിക്കുന്നത്? എന്തുകൊണ്ടാണ് വചനം കേൾക്കുന്നത്? എന്തുകൊണ്ടാണ് നാം വണ്ടി പിടിച്ച് കൺവെൻഷന് വചനം കേൾക്കാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് വചനം പ്രസംഗിക്കുന്നവരെ നാം ഹല്ലേലൂയ മീറ്റിങ്ങിന് ഇങ്ങോട്ട് വിളിക്കുന്നത്? കാരണം വചനം ആത്മാവും ജീവനുമായതുകൊണ്ട്. ഇത് മനസ്സിലാക്കിയ ഭക്തൻ ഏത് നിലയിലാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്? അല്ലേ? ഈ പകൽ അനുഗ്രഹം വേണമെന്നേ. ബ്ലെസ്സിങ് എന്നുള്ള വാക്ക് താല്പര്യമില്ലാത്തവരാരാ? നമ്മുടെ കൊച്ചിന് നമ്മൾ ബ്ലെസ്സിങ് എന്നുള്ള പേരിട്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാരണം നമുക്ക് ഇഷ്ടമാ അങ്ങനത്തെ പേര്. കാരണം എന്താ? അനുഗ്രഹം വേണം, അല്ലേ? അങ്ങനെയല്ലേ ഇടുന്നേ, അല്ലേ? അതെ. അഷേർന്ന് പേരിട്ടിട്ടുണ്ട്. അതിനൊരു അർത്ഥമുണ്ട്, ഇല്ലേ? എന്താ അർത്ഥം? പപ്പ പറഞ്ഞില്ലേ? ആരാ അഷേർ എന്നുള്ള പേരിന്റെ അർത്ഥം എന്തോ? എനിക്കറിയില്ല, അതാണ് ചോദിച്ചത്. ഓർക്കെ, ഭാഗ്യം. ആഹാ, നമ്മൾ അങ്ങനത്തെ പേരുകളൊക്കെ ഇടുന്നത് വളരെ നല്ല കാര്യം. ഭാഗ്യം. ബ്ലസ്സൻ ഇരിക്കുന്നു, 2 ബ്ലസ്സന്മാരിന്ന് ഒരുമിച്ചിരിക്കുന്നു. സ്തോത്രം. അനുഗ്രഹങ്ങൾ, അല്ലേ? സ്തോത്രം. കാരണം എന്താ? നമുക്ക് അത് താല്പര്യമാണ്. ബിജോഷ്, എൻ്റെ പേര് ജോഷ് എന്നാണ്. ജോഷ് എന്ന ഹിന്ദി വാക്കിൻ്റെ അർത്ഥം ഉത്സാഹം എന്നാണ്. സ്തോത്രം. VI എവിടെ നിന്ന് വന്നൊന്നും അറിയില്ല, അത് പോട്ടെ. പ്രൈസ് ഗോഡ്.
നിങ്ങൾ ശ്രദ്ധ കിട്ടാൻ വേണ്ടി പറഞ്ഞത് മാത്രം. നിങ്ങളൊക്കെ പേരിന് ഒരർത്ഥമുണ്ടത്. ഇനി പേരിലൊന്നും എന്തില്ല, കാര്യമില്ല, ജീവിതത്തിലാണ് കാര്യം. നമുക്ക് ചോദിക്കാം, ഈ വചനം വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്? എങ്ങനെയാ പ്രവാചകൻ റെസ്പോണ്ട് ചെയ്തത്? യിരെമ്യാ പ്രവചനം 15:16 വായിച്ചേ. സ്തോത്രം. ഈ ജീവന്റെ വചനം, ആത്മാവ് അത് വന്നപ്പോ ഞാൻ എങ്ങനെയാ അതിനോട് പ്രതികരിച്ചത് അല്ലേ? പെട്ടെന്ന് വായിച്ചാട്ടെ കുഞ്ഞുങ്ങൾ. ആരെടുത്തത്? ബോയ്സ് വായിച്ചു. ആരാ ബോയ്സിനെ വെച്ചത്? ആർക്കും കിട്ടിയില്ലേ? ജെറമ്യ chapter 15 verse 16. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. കാരണം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും ജീവൻ നൽകുന്നതുമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഒരു ഭക്തൻ പറയും, ഞാൻ അതിനെ എന്ത് ചെയ്തു? കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ഇതാ ഒരു ഭക്തന്റെ ഗുണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് കണ്ടെത്തി ഭക്ഷിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. പ്രതിസന്ധി വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, ഞെരുക്കം വരുമ്പോൾ, പ്രതികൂലം ജീവിതത്തിൽ ഒന്നിനതെ കയറി വരുമ്പോൾ മൗനമായിരിക്കരുത്. കരത്തിലുള്ള പുസ്തകം തുറന്ന് അത് കണ്ടെത്തി ഭക്ഷിപ്പാൻ മെനക്കെട്ടുകൊള്ളണം. അതിനകത്ത് നിനക്കുള്ള മറുപടിയുണ്ട്, അതിനകത്ത് നിനക്കുള്ള സൗഖ്യമുണ്ട്, അതിനകത്ത് നിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള നന്മയുണ്ട്. ഓ റമാനവ ശബ്ദനാദല ബൗഡമാനവ അത്തൽ ഗൗഡക ധീരഘടകാരവ ശബ്ദന. ആമേൻ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. Praise God, glory, glory Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എത്ര പേർ അതിനെ കണ്ടെത്തുന്നു? എത്ര പേർ ഈ പകൽ വചനത്തെ കണ്ടെത്തുന്നു? ആമേൻ, ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന് അനുഗ്രഹമായ, നിന്റെ സന്ധിമജകളെ തൊട്ട് സൗഖ്യമാക്കുന്ന, വിശ്വസിക്കുന്നതിനാൽ ഈ അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ ഈ വചനത്തെ എത്ര പേർ ഏറ്റെടുക്കുന്നു? ഗ്ലോറി ടു ഗോഡ്. ഇതേ കണ്ടെത്തണമെങ്കിൽ മെനക്കെട്ടിരിക്കണം. സ്തോത്രം അല്ലേ ലക്ഷ്മിച്ചി? കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? മെനക്കെടണം. ചിലപ്പോൾ വീടിൽ നിന്ന് ഇവിടം വരെ എന്ത് ചെയ്യേണ്ടി വരും? നടന്നു വരേണ്ട വരും. ചിലപ്പോൾ വഴിയിൽ പട്ടിക്ക് ഓടിച്ചു വരും. അതൊന്നും പ്രശ്നമല്ല. കണ്ടെത്താൻ പോകുന്നതിന് ഇതൊന്നും ഒരു വിഷയമല്ല. സ്തോത്രം. പണ്ട് നാളിലൊക്കെ അപ്പച്ചന്മാരൊക്കെ വിശ്വാസത്തിന് വേണ്ടി നിന്നപ്പോൾ നമുക്കറിയാം, സ്തോത്രം, രാത്രിയിലെ മീറ്റിങ്ങുകൾക്കെല്ലാം പോകുമ്പോൾ അന്ന് ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളൊന്നുമില്ല. അവരെ കണ്ടെത്തി ഭക്ഷിപ്പാൻ കിലോമീറ്ററുകൾ നടന്നു. കിലോമീറ്ററുകൾ തങ്ങളുടെ ഒട്ടിയ വയറുമായി നടന്ന സാഹചര്യമുണ്ട്. കഴിപ്പാനൊന്നുമില്ല. ഭവനത്തിനകത്ത് ഹാലിലും മക്കളുണ്ട്. അവർക്ക് കൊടുപ്പാനൊന്നുമില്ലെങ്കിലും അവർ നടന്നു, അവർ അതിന് വില കൊടുത്തു. അതുകൊണ്ടത്രേ കേരളത്തിൽ പെന്തക്കോസ്തിന്റെ അലകൾ ഇത്രത്തോളം കടന്നു വന്നത്. എന്തുകൊണ്ടെന്നറിയാമോ? ഭക്തന്മാർ ചിലവിട്ടത് കൊണ്ട്. ഭക്തന്മാർ തങ്ങളുടെ ആരോഗ്യം നോക്കാതെ, ഭക്തന്മാർ തങ്ങളുടെ നിന്ദയും പരിഹാസത്തെയും വകവയ്ക്കാതെ ഇത് കണ്ടെത്തി ഭക്ഷിപ്പാൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്തപ്പോൾ ദേശത്തെ ജനം ദൈവം അനുഗ്രഹിച്ചു. ഈ പകൽ കണ്ടെത്തുന്നവർക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ സ്തോത്രം. പിന്നെ ഈ കണ്ടെത്തേണ്ട പുസ്തകമൊക്കെ വീട്ടിലോട്ട് കൊണ്ടുപോകണം. ഇത് കൂടെ കൊണ്ടു നടക്കണം. സ്തോത്രം. ഇത് വല്ലപ്പോഴും ഒക്കെ ഒന്ന് തുറന്നു നോക്കണം കേട്ടോ. സ്തോത്രം. കണ്ടെത്തി എന്താ ചെയ്ത് പുള്ളി? കണ്ടെത്തിയേച്ച് പുള്ളി എന്താ ചെയ്തത്? ഭക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ആമേൻ, ഹല്ലേലൂയ. പിന്നെ അടുത്ത് പറഞ്ഞാട്ടെ. പൂരിപ്പിച്ചാട്ടെ ഓർക്കെ. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന, കുഞ്ഞുങ്ങൾ പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ വായിൽ നിന്നുള്ള വചനത്താൽ അങ്ങനെയല്ലേ ജീവിപ്പിക്കും. ആമേൻ, സ്തോത്രം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, പിതാവായ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ജീവിപ്പിക്കും കേട്ടോ. സ്തോത്രം. പരീക്ഷയിൽ തോറ്റെന്ന് തോന്നുമ്പോൾ, പരീക്ഷയിൽ സ്തോത്രം അകപ്പെട്ടെന്ന് തോന്നുമ്പോഴല്ല, തോറ്റു എന്ന് തോന്നുമ്പോൾ, അതിൽ ഈ വിഷയം എനിക്ക് കാഠിന്യമെന്ന് തോന്നുമ്പോൾ ഈ ജീവന്റെ വചനത്തിൽ ഒന്ന് കൈവച്ച് ആശ്രയിച്ചാൽ മതി. അത് ജീവൻ തരുന്ന ദൈവമാണ്. നമ്മളൊക്കെ ഈ ലൈഫ് നമുക്കിത് കാണാറുണ്ടല്ലോ. എന്താ കോൻ ബനേഗ ക്രോർപതി,
പിന്നെന്തൊക്കെയോ ഈ ക്വസ്റ്റ്യനുകൾ ചോദിക്കും. അപ്പോൾ ഓരോ ഇത് കൊടുക്കും അല്ലേ, ലൈഫ് ലൈൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലേ, ഇല്ലേ? ടി വിയിലൊക്കെ അങ്ങനെ വരാറുണ്ട്. ഇപ്പോഴും നമുക്ക് അതിന് സമയം കിട്ടാറില്ല, ഇപ്പം എല്ലാം മൊബൈലിനകത്ത്. പണ്ടൊക്കെ ടി വിയിൽ നോക്കിയിട്ട് അല്ലേ ഇങ്ങനെ ഗെയിം കളി സുരേഷ് ഗോപിയുടെ അവരോടൊക്കെ ഇങ്ങനെ ആൾക്കാർ കാണാറുണ്ട്. അതിനകത്ത് എന്താ ഉള്ളത്? സിനിമയുടെ കാര്യമല്ല പറഞ്ഞ്, ലൈഫ് ലൈൻ കൊടുക്കും. അപ്പോൾ 1, 2, 3 ഒന്ന് ഫോൺ എന്നെ ഫ്രണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ പറയും അല്ലേ. അതിനെന്താ അത് അതിനെ കറക്റ്റ് ആൻസർ പറഞ്ഞില്ലെങ്കിൽ ആൾ ഗെയിമിൽ നിന്ന് പുറത്ത് പോയാൽ ലക്ഷങ്ങൾ നഷ്ടപ്പെടും. അപ്പോൾ ഒരു പിടിവള്ളി നിലയിൽ എന്ത് ചെയ്യും? 1, 2 സാധ്യതകൾ കൊടുക്കും. അപ്പോൾ ചോദിക്കും ഏതാണ് വേണ്ടത് നിന്റെ ലൈഫ് നിലനിർത്തി കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയാത്ത പോലെ ഇരിക്കുന്നത് ഗെയിമിനകത്തൊക്കെ ഇതുകൊണ്ട് അല്ലേ. പവർ പോകുമ്പോൾ കുറച്ച് പവർ എനിക്ക് താടാന്നൊക്കെ പറയുന്നവരുണ്ട്. ഉറക്കെ വിളിച്ച് പറയാ ഇല്ലേ, പറയാറില്ലേ? ഇല്ലേ? ഉണ്ട്. അപ്പൊ ഹിന്ദി പറയാത്തവന്മാരൊക്കെ ഹിന്ദി പറയുന്നു. കാരണം ഹിന്ദി ഓൺലൈനിൽ കളിക്കുക, ഹിന്ദി പറയുന്ന പിള്ളേരായിട്ടാണ് കളിക്കുന്നത് ഇവിടെ ഇരുന്നിട്ട്. പരീക്ഷയ്ക്ക് ഹിന്ദിക്ക് മാർക്കൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷെ അവിടെ ഹിന്ദി കളിക്കാനുള്ള ഹിന്ദിയൊക്കെ ഓൺലൈനിൽ കവിശമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പറയും തോടാ കൊച്ചു തേതോ. നമ്മൾ വിചാരിക്കും ഏതെങ്കിലും പഠിക്കുമെന്ന ബംഗാളിയോട് സംസാരിക്കുന്ന. അങ്ങനെല്ലെന്ന്, പുള്ളി ഓൺലൈനിൽ ഗെയിം കളിക്കുന്ന കേട്ടോ. എടാ ഞാൻ മേത്തോ മറന്നേ വാല തോടാ കൊച്ചു തേതോന്ന്. അപ്പൊ ഞാൻ ജോഷോട് ചോദിച്ചുടാ നീ ഹിന്ദിയൊക്കെ പഠിച്ചു? ഇപ്പോഴല്ലേ, അവരെ പണ്ടൊക്കെ അങ്ങനെ കളിക്കുകയായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് അല്പം ലൈഫ് കിട്ടണമെന്നൊരാഗ്രഹം ഇല്ലേ നിങ്ങൾക്ക് ഉണ്ടാവാറില്ലേ? ലൈഫ് കിട്ടണമെന്ന്. ഈ പ്രാവശ്യം ക്രിസ്മസ് എക്സാമിന് ഞങ്ങൾ എന്ത് ചെയ്യും? ഫുള്ള് പഠിക്കുന്നു പറയുന്ന കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. അത് വേണ്ട, അത് കുറെ സബ്ജക്റ്റ് ഉണ്ടല്ലോ. 29-ാം തീയതി നമ്മുടെ എക്സാം ഉണ്ട്, സൺഡേ സ്കൂളുണ്ട്. അതിന് നല്ല മാർക്ക് മേടിക്കുമെന്ന് പറയുന്ന കുഞ്ഞുങ്ങളില്ലേ? കണ്ടോ? സ്തോത്രം, മതി. ആമേൻ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് കൈപ്പൊക്കി. വെരി ഗുഡ്. ഹല്ലേലൂയ. എല്ലാവരും കൈപ്പൊക്കി. കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സ്തോത്രം. ഈ വചനം നിങ്ങൾ പഠിച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് ജീവൻ തരുന്ന വചനമാണ്. പ്രൈസ്. നിങ്ങളുടെ തലകൾ ഉയർത്തി നിർത്തുവാൻ നിങ്ങളെ സഹായിക്കുന്ന വചനമാണ്. നാം വായിച്ച വചനത്തിലേക്ക് ഒന്ന് തിരിച്ചു വരാം. യെരമ്യാ പ്രവചനം 15-16 വായിച്ചാട്ടെ. ഞാൻ അതിനെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അടുത്ത വചനമാണ്, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷം. കേട്ടോ, സന്തോഷം ഇല്ലെങ്കിൽ ഈ വചനം വായിച്ചാൽ മതിയെന്ന്. ഫാസ്റ്റ് ഇത് വചനം വായിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയും, ആദ്യം കോട്ടുമായി ഇവിടുന്ന്, പിന്നെ അങ്ങോട്ട് ഉറക്കമാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സഹോദരൻ പറഞ്ഞു, ഫാസ്റ്ററെ അദ്ദേഹം ഒന്നും വരാമെന്ന് പറഞ്ഞു, വന്നില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ് വീട്ടിൽ പോയി കണ്ടപ്പോൾ പറഞ്ഞു, ഫാസ്റ്ററെ ഇന്ന് ഒരു കാര്യം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആ സഹോദരൻ പറഞ്ഞാൽ കേട്ടോ, പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, നിങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. സഹോദരൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഫാസ്റ്റർ എനിക്ക് ഈ വചനം കേൾക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഉറക്കം വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വചനം കേൾക്കേണ്ട, നിങ്ങൾ വായിച്ചാൽ മതി. പറഞ്ഞു ഫാസ്റ്റർ ഈ കേൾക്കുന്നതിനേക്കാൾ സ്ട്രോങ്ങിലാണ് വായിക്കുമ്പോൾ ഉറങ്ങുന്നത്. പിന്നെ യാതൊരു നിവൃത്തിയില്ല, കേൾക്കാനും വായിക്കാനും ഒക്കെ അല്ലേ, ബസ്സിലല്ലേ, അങ്ങനെയൊക്കെയല്ലേ പറ്റൂ. ഇതങ്ങോട്ട് കേട്ട് കഴിയുമ്പോഴൊക്കെ ഉറക്കം വരിക. അതുകൊണ്ട് എന്താണ് ഇപ്പം ഞാൻ പോലും സജസ്റ്റ് ചെയ്യുന്നത്, അദ്ദേഹം പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ നിന്നിട്ട് അങ്ങ് പറയാ, ഈ ഉറക്ക കുളിക്ക് പകരം എന്താണ്, ചിലവരൊക്കെ ബൈബിൾ വായിക്കുന്നതൊക്കെ അറിയുന്നു. സ്തോത്രം. പെട്ടെന്ന് ഉറങ്ങുവാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഈ വചനം ജീവിപ്പിക്കുന്ന വചനമാണ്. അങ്ങനെ എന്തെങ്കിലും ഉറക്കം കേൾക്കുമ്പോഴോ വായിക്കുമ്പോഴോ വരുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുക. അതൊക്കെയാണ് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ. ഒന്ന് മുഖം കഴുകിയിരിക്കുക. അത് ആരാധിക്കുമ്പോൾ ഉറങ്ങിയാലും ഇത് തന്നെയാണ്. സ്തോത്രം. ഇടയ്ക്കൊന്ന് പോകുന്നുകൊണ്ട് പാസ്റ്റർ അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ മുഖം കഴുകാൻ പറഞ്ഞു ഉറങ്ങത്തില്ലെന്ന് കേട്ടോ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. വചനം നമ്മെ ഇപ്രകാരമാണ് താൻ പറഞ്ഞത്, അതെനിക്ക് സന്തോഷവും ആനന്ദവും ആമേൻ ആകുന്നു, എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നാമം വിളിക്കപ്പെട്ട ഒരു ഭക്തയ്ക്കും പറയുവാൻ കഴിയണം, നിന്റെ വചനങ്ങൾ ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ആമേൻ. സങ്കീർത്തനകാരൻ പറയുന്നത് ഇപ്രകാരമാണ് അല്ലേ. സ്തോത്രം. രാപ്പകൽ അവന്റെ വചനങ്ങളെ ധ്യാനിക്കുന്ന മനുഷ്യൻ. അപ്പൊ രാവും പകലും ഭക്ഷിക്കണം കേട്ടോ. രാവും പകലും ഭക്ഷിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ എന്ന് പറഞ്ഞാൽ രാവും പകലും വചനം വായിച്ച് ഇതങ്ങ് ഭക്ഷിക്കുമ്പോൾ ആമേൻ ഹൃദയത്തിന് എന്തായി തീരുമത്? ആമേൻ വചനം ആനന്ദമായി തീരും. അതുകൊണ്ട് ഇത്രയും സങ്കീർത്തനകാരൻ ഇപ്രകാരം പറയുവാൻ ഇടവന്നത്, ആമേൻ നിന്റെ വചനപ്രകാരം ആമേൻ ഹല്ലേലൂയ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു, എൻ്റെ കഷ്ടതയിൽ എനിക്ക് അത് ആശ്വാസമാകുന്നു എന്ന് 50-ാമത്തെ തിരുവചന ഭാഗങ്ങൾ വായിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്യം കൂടി ഒന്ന് ചേർന്ന് വായിച്ചാട്ടെ. 54-ാമത്തെ തിരുവചന ഭാഗങ്ങൾ. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനമാകുന്നു. ആമേൻ ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ ഇപ്രകാരമാ, യുവർ സ്റ്റാറ്റ്യൂട്ട്സ് ആർ മൈ സോങ്സ്.
ഇൻ ദ ഹൗസ് ഓഫ് മൈ പിൽഗ്രിമേജ്. ഈ പരദേശിയെ പറ്റി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഇനി അതിന് അങ്ങോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒരു പാട്ട് ഇടുന്നു അല്ലേ, പരദേശിയായി കീർത്തനം എൻ്റെ ആശ്രയം എന്നിലെന്നുമുള്ളതാൽ ക്ലേശങ്ങൾ മറന്നു ഞാൻ വിരുദീനായോടുന്നു. എൻ്റെ ആശ്രയം എന്നിലെന്നുമുള്ളതാൽ ക്ലേശങ്ങൾ മറന്നു ഞാൻ വിരുദീനായോടുന്നു. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിന് യഹോവയേ. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിന് യഹോവയേ. പ്രൈസ് ദി ലോർഡ്. ഏതോ ഒരു ഭക്തൻ ഈ സങ്കീർത്തനം വായിച്ചപ്പോൾ ഈ വചനം തൻ്റെ ഹൃദയം സ്ട്രൈക്ക് ചെയ്ത് കാണും. അപ്പോൾ അദ്ദേഹം എഴുതിയൊരു പാട്ടാ, അതിപ്പോഴും നമ്മളിങ്ങനെ പാടി കർത്താവിനെ ആരാധിക്കുക. നമ്മളൊക്കെ എത്ര പ്രാവശ്യം വായിച്ചു. സ്തോത്രം. പാട്ട് എഴുതുന്നവരുണ്ടോ ഇവിടെ? പാട്ട് എഴുതുന്നവർക്കായി സ്തോത്രം. പാട്ടുകളൊക്കെ എഴുതണം. നമ്മുടെ ജോൺസേട്ടൻ നല്ല രീതിയിൽ കവിത എഴുതുന്ന ആളാണ്, സമ്മാനം കിട്ടിയിട്ടുണ്ട്. സ്തോത്രം. കഴിവുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ നിങ്ങൾ പ്രയോഗിക്കണം. ദൈവഗീതമെങ്കിൽ നമുക്ക് നമ്മുടെ യൂത്ത് വിങ്ങുകാർ അങ്ങനെ ഒരു ചെറിയ പുസ്തകം ഇറക്കണം. പ്രൈസ് ഗോഡ്. അങ്ങനെ നമ്മുടെ കവിതകൾ, നമ്മുടെ പ്രസംഗങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചെറിയ ചെറിയ പടങ്ങൾ, ചെറിയ കഥകൾ, ഷോർട്ട് സ്റ്റോറികൾ, അതൊക്കെ അതിനകത്ത് ചെയ്തെടുക്കണം. ഒത്തിരി പ്രിന്റ് എടുക്കാൻ പറ്റെങ്കിലും ഒരെണ്ണമെങ്കിലും പ്രിന്റ് ചെയ്ത് ഓരോ വർഷത്തെ സുവനീർന്നു അങ്ങനെയൊക്കെ പേരൊക്കെ കൊടുത്ത് വയ്ക്കുന്നത് നല്ലതാ അല്ലേ? അല്ലേ? അതെ. യൂത്ത് വിങ്ങാർക്കൊന്നും ഇഷ്ടമില്ലാത്ത പോലെ ഇരിക്കുന്നു. ഉണ്ട്. ഇത് കഴിയുമ്പോൾ സമയം തരാം, നിങ്ങൾ വന്നിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, സ്തോത്രം. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിന്റെ ചട്ടങ്ങൾ എവിടെയാണ് ആദ്യമേ ഉള്ളത്? പരദേശിയായി പാർക്കുന്ന വീട്ടിൽ. നിന്റെ ചട്ടങ്ങൾ എനിക്ക് എന്താകുന്നു? കീർത്തനമാകുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് കീർത്തനം പാടുവാൻ ഞാൻ ആ കീർത്തനം തിരഞ്ഞെടുക്കുന്ന ബേസിക് റീസൺ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. എന്ന് പറഞ്ഞാൽ നാം ഇവിടെ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്ന ആത്മീയ ഗീതങ്ങളുടെയൊക്കെ അതിൻ്റെ ഫൗണ്ടേഷൻ, അതിൻ്റെ അടിസ്ഥാനം എവിടെയാണ്? ദൈവത്തിൻ്റെ വചനങ്ങളായിരിക്കണം. നിങ്ങൾ പാട്ടുകൾ എഴുതണം. പാട്ട് പാടാൻ കഴിയുന്നവർ കുന്നംകുളംകാരെ ഒത്തിരി പാട്ട് പാടുന്നവരാണ് എനിക്കറിയാം, തൃശ്ശൂർകാരെ സംബന്ധിച്ച്. അപ്പം തൃശ്ശൂർ വേറെ ജില്ല, കുന്നംകുളം വേറെ ജില്ലയല്ല. പക്ഷേ ഇവിടെയുള്ളവർക്ക് പാട്ടൊക്കെ പാടാനുള്ള ഒരു കഴിവുണ്ട്. സ്തോത്രം. എന്ന് മാത്രമേ പാട്ട് എഴുതുന്ന ഭക്തന്മാരുണ്ട്. ഭക്തവത്സലൻ അല്ലേ? ഞങ്ങളോടൊപ്പം അദ്ദേഹം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു ഒരു വർഷം. സ്തോത്രം. ഭക്തവത്സൻ പാസ്റ്റർ. പ്രൈസ് ഗോഡ്. ഞങ്ങളും ബാംഗ്ലൂർ ചർച്ചകളുടെ പാസ്റ്റർ ആയിരുന്നപ്പോൾ അവരും ചർച്ചകളുടെ പാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം അവിടെയായിരുന്നല്ലോ. അപ്പോൾ ആ പാസ്റ്ററും ഇവിടുത്തെ ആളുകളാണ് അല്ലേ? അങ്ങനെ ഇവിടെ ഒത്തിരി പേര് പാട്ട് നമ്മുടെ ഉപദേശി ചുമാരോപദേശിയൊക്കെ എഴുതിയ പാട്ടുകളൊക്കെ നമുക്ക് പാടി കേരളക്കര തന്നെ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഇവിടെ നോക്കി എല്ലാത്തിൻ്റെയും ബേസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങളാണ് എനിക്ക് കീർത്തനമാകുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാട്ടുകളുടെയൊക്കെ ബേസ് കർത്താവിൻ്റെ വചനമായിരിക്കണം എന്ന്. അല്ലാതെ സിനിമ പാട്ടൊന്നും ആയിരിക്കരുതെന്നാണ് പറഞ്ഞത്. സ്തോത്രം. ന്യൂ ജനറേഷൻ പാട്ടുകളെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് സ്തോത്രം അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇവിടെ കാര്യം മൊത്തത്തിൽ നാം ഇവിടെ പറഞ്ഞത് ദൈവത്തിൻ്റെ വചനത്തിന് നമ്മെ ജീവിപ്പിക്കാനായിട്ട് കഴിയുന്ന വചനമാണ്. ഈ പകൽ നാം അത് കണ്ടെത്തി അത് കഴിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം? കഴിച്ചിരിക്കണം. ഭക്തന്മാർ പറയുന്നു ആമേൻ സ്തോത്രം, ഞാൻ രാവും പകലും കർത്താവിൻ്റെ വചനത്തെ ധ്യാനിക്കുന്നു. ഏതൊക്കെ സമയങ്ങളിൽ നിങ്ങൾക്കത് കണ്ടെത്തി ഭക്ഷിക്കാമോ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ ഒക്കെ അതിനെ കണ്ടെത്തി ഭക്ഷിക്കാം. വാഹനം ഓടിക്കുന്നവർക്ക് എന്ത് ചെയ്യും? അത് തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ അത് കേൾക്കാം അല്ലേ? അങ്ങനെ അത് ഭക്ഷിക്കാം. സ്തോത്രം. അങ്ങനെ ആരോടെങ്കിലും ദൈവത്തിൻ്റെ വചനം ഇടപെട്ടിട്ടുണ്ടോ? യാത്ര ചെയ്യുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം ഇടപെട്ടവരുണ്ടോ? സ്തോത്രം. ഇല്ലേ? പ്രൈസ് ഗോഡ്. അങ്ങനെ കേൾക്കണം. അതിന് ദൈവത്തിൻ്റെ വചനം വെക്കണം. ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യണം? സ്തോത്രം. നമ്മളത് അത് കേട്ടേച്ച് പോകണം വണ്ടി ഓടിച്ചു പോകാൻ. പാസ്റ്റർ ഞങ്ങൾക്കിപ്പോൾ വണ്ടിയൊന്നുമില്ല, പാസ്റ്റർക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് നിങ്ങൾ പറയുന്നത്. പാസ്റ്റർ മാത്രം കേട്ടാൽ മതി. അല്ല,
സ്തോത്രം. വചനം കണ്ടെത്തി ഭക്ഷിക്കണം. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം എങ്ങനെയാണ് ഭക്ഷിക്കേണ്ടത്. അത് നാം പറഞ്ഞു കൊടുക്കണം മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക്. കാരണം കഴിഞ്ഞ ആഴ്ച അവർ കണ്ടെത്തി ഭക്ഷിച്ചത് എങ്ങനെയായിരുന്നു? അപ്പം ഞാൻ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അവർ ഭക്ഷിച്ച് വന്നിട്ട് ഇവിടെ അത് മറ്റുള്ളവരെ കേൾപ്പിക്കാനാണ് പറഞ്ഞത്. അല്ല, അങ്ങനെയല്ലേ പറഞ്ഞ്? ഇന്ന് സ്തോത്രം സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ അങ്ങനെ തന്നെയാണ് നിങ്ങളോട് പറഞ്ഞു ഇല്ലേ? ആരും പുസ്തകം നോക്കി ഇവിടെ നിന്നിട്ട് പറയരുത്. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു സൺഡേ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പിനകത്ത്. കാരണം ഇത് ഭക്ഷിക്കാത്തതിൻ്റെ പ്രശ്നമായി. തപ്പ ഏതാ ഭക്ഷിക്കേണ്ടതെന്നാ ഇവിടെ നിന്നിട്ട്. ഇവിടെ നല്ല പാട്ടുപാടി ആരാധിക്കുമ്പോൾ കിടന്ന് തപ്പ. ഇന്ന് എന്നെ സന്തോഷിപ്പിച്ച അത് തപ്പുന്നവരുണ്ട്. ഇന്ന് സന്തോഷിപ്പിച്ചത് ഇവിടെ വന്നിരുന്ന് സന്തോഷിപ്പിച്ച് തപ്പാൻ നിൽക്കരുത്. ഭക്ഷിക്കുന്നതാ. ആകെ ഒരു വിസ്മയം. എല്ലാം സന്തോഷിപ്പിക്കുന്ന വചനം. ഏതാ വായിക്കേണ്ടത് കൺഫ്യൂഷനായി. പിന്നെ കുട്ടികൾ കുറച്ച് വാക്യം ഓർമ്മയുണ്ട്. അവിടെ ഇവിടെ നിന്ന് തപ്പ ഏതാണ് ഞാൻ ഭക്ഷിക്കേണ്ടത്. ഇവിടെ വന്ന് ആരും ഭക്ഷിക്കാതിരിക്കരുത്. കാരണം ഇവിടെ ഭക്ഷിച്ചത് ഓർത്ത് കർത്താവിന് നന്ദി പറയേണ്ട സ്ഥലമാണ്. മനസ്സിലായോ? അത് വീട്ടിലിരുന്ന് ഭക്ഷിച്ചോണം, ജോലി ചെയ്യുമ്പോൾ ഇരുന്ന് ഭക്ഷിച്ചോണം, വണ്ടി ഓടിക്കുമ്പോൾ ഇരുന്ന് ഭക്ഷിച്ചോണം, നടന്ന് സ്കൂളിൽ പോകുമ്പോൾ എന്ത് ചെയ്തോണം? ദൈവത്തിൻ്റെ വചനമൊക്കെ ഒന്ന് ഓർത്ത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കും ചെയ്യാം. നിങ്ങൾ എത്ര പേര് ദൈവത്തിൻ്റെ വചനം കുഞ്ഞുങ്ങൾ പങ്കുവയ്ക്കുന്നവരുണ്ട്? സഹോദരങ്ങൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ആരെങ്കിലോടൊക്കെ പറയാറുണ്ടോ? ഞാൻ ആരുടെ പേരും ചോദിക്കാം. നിങ്ങൾ ആരെങ്കിലും പറയുന്നവരുണ്ടോ? ഒരു കൈയെങ്കിലും കാണാൻ പറ്റുമോ? ഞങ്ങൾ കർത്താവിൻ്റെ വചനം യേശപ്പച്ചനെ പറ്റി മറ്റുള്ളവരോട് പറഞ്ഞു എന്ന് ബോധ്യമുള്ളവരാരെങ്കിലും ഇതുവരെ പറഞ്ഞവരുണ്ടോ? ജീവിതത്തിൽ ഇതുവരെ പറയാം. ഓക്കെ, 2 കരങ്ങൾ കാണുന്നു, 2 കരങ്ങളെ കാണുന്നു. സ്തോത്രം. 3 പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരിക്കലും എന്നല്ല, നിങ്ങൾ എന്നും പറയണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. യേശപ്പച്ചനെ പറ്റി മറ്റുള്ളവരോട് പറയണം. പ്രതീക്ഷയറ്റവരായിരിക്കാം. ഒരിക്കൽ ഒരു കുട്ടി തൻ്റെ കൂട്ടുകാരിയോട് യേശുവിനെ പറ്റി കുറേ നാളായി അവളോട് പറയണമെന്ന്, പക്ഷേ ലജ്ജയാ. എങ്ങനെ പറയും? അവൾ എങ്ങനെ കരുതും എന്നൊക്കെ ചിന്തിച്ച്. പക്ഷേ ആ കുഞ്ഞ് വളരെ ദുഃഖിതും പ്രയാസമൊക്കെയായി. അന്വേഷിച്ച് പിടിച്ചപ്പോൾ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വലിയ പ്രശ്നമാണ്. ആമേൻ, ഹല്ലേലൂയ. പപ്പ അമ്മയെ സ്തോത്രം ഇല്ല, മമ്മി വളരെ രോഗിയായി കിടക്കുക. മമ്മിക്കുള്ള പ്രാഥമിക ആവശ്യങ്ങളൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ വെച്ച് ഈ കുട്ടി വളരെ ബുദ്ധിമുട്ടിയാണ് സ്കൂളിൽ നിന്ന് ചെയ്യുന്നത്, സ്കൂളിലോട്ട് വരുന്നത്. ഒരു പ്രാവശ്യം യേശുവിനെ പറ്റി പറഞ്ഞപ്പോൾ ഈ കുട്ടി ആ യേശുവിൻ്റെ കാര്യം തന്നെ അമ്മയോട് പറയുകയും ആ അമ്മയ്ക്ക് ആ യേശുവിനെ അംഗീകരിപ്പാനും പിൽക്കാലത്ത് ഈ കുഞ്ഞിനോട് പ്രാർത്ഥിപ്പാൻ കടന്നു വരികയും പാസ്റ്ററെ വിളിച്ചു വരികയും ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്ത കഥകൾ ഒരുപാടുണ്ട്. സ്തോത്രം. കാരണം എന്തറിയാമോ? നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയും. പ്രൈസ് ഗോഡ്. ജോലി കിട്ടട്ടെ പാസ്റ്ററെ, എന്നിട്ട് ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ ജോലി കിട്ടി ആരും എന്ത് ചെയ്യാറില്ല. പൈസ വരുമ്പോൾ വലിയൊരു സുവിശേഷ വേലയ്ക്ക് പോകുമോ? ആശറേ കൊച്ചുക്കുള്ള കാര്യം പറഞ്ഞു. കുഞ്ഞു മനസ്സിൽ എന്തില്ല? കുഞ്ഞു മനസ്സിൽ കൃത്യ കാര്യങ്ങൾ പറഞ്ഞു. ജോലി കിട്ടിയിട്ട് ആരെങ്കിലുമൊക്കെ സുവിശേഷ വേലയ്ക്ക് പോകുമോ? ഇല്ല. അപ്പൊ ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്ന സമയം ഇപ്പൊ അങ്ങ് പറഞ്ഞോണം കേട്ടോ. നോക്കണ്ടെന്ന് ആരും നിങ്ങളെ കണ്ണൂരിട്ടുന്നൊന്നും നോക്കണം. അതൊന്നും വിഷയമുള്ള കാര്യമില്ല. കർത്താവ് പറഞ്ഞ എന്താണ്? എന്നെ പ്രതി നിങ്ങൾ എന്ത് ചെയ്യണം? ലജ്ജിച്ചാൽ നിങ്ങളെ പ്രതി. അങ്ങനെയല്ലേ വചനം? ഞാൻ കൈനീട്ട് പറഞ്ഞതല്ലല്ലോ, അല്ലേ? പറയണം, കിട്ടിയ ഒരു അവസരം പറയണം. ഒരു പക്ഷെ നിങ്ങൾ പറയുന്ന വചനം ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞേച്ച് ആ കുഞ്ഞിന്റെ മനസ്സിൽ അവൻ എപ്പോഴെങ്കിലും നിരാശയിലിരിക്കുമ്പോൾ ആ വചനം എന്ത് ചെയ്യാൻ പറ്റും? ക്രിയ ചെയ്യും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വചനം ഭക്ഷിക്കണം. വചനം എന്ത് ചെയ്യണം? ഭക്ഷിക്കണം. സ്തോത്രം കേട്ടോ. ഇത് നന്നായിട്ട് രാത്രിയും പകലുമൊക്കെ വചനം വായിക്കണം കുഞ്ഞുങ്ങൾ. ദൈവസന്നിധിയിൽ കിടക്കുന്നതിന് മുന്നേ ഒരു ചാപ്റ്റർ വായിക്കണം. എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഒരു ചാപ്റ്റർ വായിക്കണം കേട്ടോ. അത് മനസ്സിലാക്കണം. സംശയമുണ്ടെങ്കിൽ പപ്പായോട് ചോദിക്കണം, അമ്മായോട് ചോദിക്കണം, അല്ലെങ്കിൽ പാസ്റ്ററോട് ചോദിക്കണം, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് വിട്ടോ, എനിക്ക് വിട്ടോ പാസ്റ്റർ ഇതെന്താ മനസ്സിലായില്ല, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പെട്ടെന്ന് മറുപടി തരാം. സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ സമയമെടുത്ത് പഠിച്ചേച്ച് മറുപടി തരാം. എനിക്കത് പറയാൻ പറ്റും. എല്ലാം ഞാൻ തികഞ്ഞവനല്ലല്ലോ. സ്തോത്രം കേട്ടോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അതിന് മുതിരണം. ആ നിലയിൽ യൂത്ത് വിങ്ങൊക്കെ ആ നിലയിൽ വളരണം. സ്തോത്രം. ഒരു പാട്ട് പാടാനോ അല്ലെങ്കിൽ ഒരു പ്രസംഗം അവിടുന്ന് ഇവിടുന്നൊക്കെ കാച്ചാനോ ഇവിടെ അത് യൂത്ത് വിങ് ആ നിലയിൽ പോകരുത്. സ്തോത്രം. യൂത്ത് വിങ്ങിലെ എല്ലാ പ്രിയപ്പെട്ടവരും ആമേ സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് നിൽക്കണം കേട്ടോ. സ്തോത്രം. എന്തുകൊണ്ടാ? നിങ്ങൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് അതിൽ നിന്നാണ് ഓരോ സുവിശേഷകരും ഓരോ പാസ്റ്റേഴ്സും ഓരോ കൺവെൻഷൻ പ്രാസംഗികരും ഒക്കെ കടന്നു വരുന്നത്. മാതാപിതാക്കൾ ആ നിലയിൽ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. പ്രൈസ് ഗോഡ് കേട്ടോ. നിങ്ങളുടെ കഴിവുകൾ എടുക്കാനുള്ള സ്ഥലമാണെങ്കിൽ തന്നെയും അത് പുറത്തുള്ളവർക്ക് അത് സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ വെളിപ്പെടണം. പക്ഷെ അതിൻ്റെ എല്ലാം ബേസ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. സ്തോത്രം. അത് കണ്ടെത്തി ഭക്ഷിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടെത്താതെ പറ്റുകയില്ല. കാരണം സാമൂഹ്യ മാധ്യമങ്ങൾ
ആ നിലയിൽ സ്തോത്രം ദൈവവചനത്തെ കോട്ടിക്കളയുകയും ദുരുപദേശങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയും പലപ്പോഴും ആളിൽ കൺഫ്യൂഷൻസ് ഉണ്ടാകുക ഈ ആളുകൾക്ക്. സ്തോത്രം, ഇത്ര നാൾ നാം മാറ്റി നിർത്തിയ അവർ ഇപ്പോൾ അത് ഒരുമിച്ച് സ്റ്റേജ് പങ്കിടുന്നു, അവർ വചനം പറയുന്നു. അപ്പോൾ നമുക്ക് ആകെ ചിന്ത കുഴപ്പം, ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ മുമ്പിൽ. ഏതാണ് തെറ്റ്, ഏതാണ് ശരി? എല്ലാം ഒരുപോലെ ഇരിക്കുന്നല്ലോ, എല്ലാം ഒരുപോലെ ഇരിക്കും. അല്ലെന്ന്, അതിൽ വ്യത്യസ്തമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം വചനം പഠിക്കണം. ആദ്യം എന്ത് പഠിക്കണം? വചനം പഠിക്കണം. സ്തോത്രം, അതിനുവേണ്ടി ദിവസങ്ങൾ തയ്യാറെടുക്കണം. ആ നിലയിൽ വചനം പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കായി കർത്താവിന് സ്തോത്രം. നിങ്ങളെ ദൈവം ഞാൻ വലിച്ചു നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മേ സ്തോത്രം, ഈ ദിവസങ്ങൾ ജീവിപ്പിക്കുന്ന വചനത്തിന് പ്രാധാന്യത കൊടുത്ത് ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നിങ്ങൾ ഒരുങ്ങിയാട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങൾ ദിവസം എഴുന്നേറ്റ് ആമേൻ ഒരു പാട്ടോടെ ദിവസം എഴുന്നേൽക്കുമ്പോൾ അവർ പഠിച്ചതായ തിരുവചന ഭാഗങ്ങൾ ദൈവസന്നിധിയിൽ അതേ പ്രസ്താവിപ്പാനുള്ള അവകാശമുണ്ട്. കുഞ്ഞുങ്ങളെ അതിനായിട്ട് ക്ഷണിക്കുന്നു. സാക്ഷ്യവചനങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് പറയുവാനും സാഹചര്യമുണ്ടല്ലോ. പ്രൈസ്.